യെസ്, അപ്പോൾ പശ്ചിമേഷ്യയിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. ന്യൂസ് മോർണിംഗ് 41 ദിവസം ലോകത്തെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ ഇറാൻ യുദ്ധത്തിന് താൽക്കാലിക വിരാമമാകുന്നു എന്ന ശുഭകരമായ ആശ്വാസകരമായ വാർത്തയിലേക്കാണ്. ഇറാനും അമേരിക്കയും തമ്മിൽ 2 ആഴ്ചത്തേക്ക് വെടിനിർത്താൻ ധാരണയായി. അമേരിക്കയും ഇസ്രായേലും വെടിനിർത്തിയാൽ തങ്ങളും റെഡിയെന്ന് ഇറാൻ അറിയിക്കുകയാണ്. ഇറാൻ മുന്നോട്ട് വച്ച 10 ഉപാധികളിൽ വെള്ളിയാഴ്ച ഇസ്ലാമാബാദിൽ തുടർ ചർച്ചകൾ നടക്കും. ഹോർമുസിൽ 2 ആഴ്ച ഇറാന്റെ ഏകോപനത്തിൽ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ അനുമതി ലഭിച്ചു. കുതിച്ചുയർന്ന എണ്ണവില വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ താഴ്ന്നു. ലോകമെമ്പാടും ഓഹരി വിപണിയിൽ വൻ മുന്നേറ്റമാണ് ഉണ്ടായത്. MC നാസർ വിവരങ്ങൾ നൽകും. നാസർ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്നലെ ഒക്കെയുള്ള ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഇറാന്റെ നാഗരികത തന്നെ തുടച്ചു നീക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ച് വളരെ ആശങ്കാജനകമായ മണിക്കൂറിലൂടെ ലോകം കടന്നുപോയ ഒരു നിമിഷത്തിന് ശേഷം ഇന്ന് പുലരുമ്പോൾ സമാധാനത്തിന്റെ വാർത്തകൾ വരുന്നു എന്നുള്ളത് അങ്ങേയറ്റം ആശ്വാസകരമാണ്. അതിനപ്പുറത്തേക്ക് ഇനി ഉള്ള ചർച്ചകൾ അത് വളരെ നിർണായകമാണ്. ഇതൊരു ശാശ്വത കരാറിലേക്ക് എത്താൻ കഴിയുമോ? ഇറാൻ മുന്നോട്ട് വെച്ച ഉപാധികൾ അമേരിക്ക അംഗീകരിക്കുമോ? അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു നാസർ? ജിൽസി, ഗുഡ് മോർണിംഗ്. എന്തായാലും വലിയ സന്തോഷമുണ്ട്. കാരണം പിന്നിട്ട 40 ദിവസത്തിലധികമായിട്ട് ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സംഘർഷപൂർണ്ണമായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു. അതുമാത്രമല്ല, ആവൽക്കരമായിട്ടുള്ള മറ്റേതെങ്കിലും തലങ്ങളിലേക്ക് ഈ യുദ്ധം മാറുമോ എന്നൊരു ആശങ്കയായിരുന്നു പിന്നിട്ട ദിവസങ്ങളിലും പിന്നിട്ട മണിക്കൂറുകളിലും രൂപപ്പെട്ടത്. കാരണം ഇന്ന് വെളുപ്പിന് ഇന്ത്യൻ സമയം 5:30 മണിയോടുകൂടിയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇറാന് നൽകിയ ആ സമയപരിധി അവസാനിക്കുന്നത്. അതുമാത്രമല്ല, ഇന്നലെ രാത്രി ട്രംപ് നടത്തിയിരിക്കുന്ന പ്രതികരണമൊക്കെ ഏറ്റവും പ്രകോപനപരമായിട്ടുള്ള സ്വഭാവത്തിൽ ഉള്ളതായിരുന്നു. ഒരു നാഗരികതയെ ഒന്നാകെ തന്നെ ഒരു രാത്രി കൊണ്ട് താൻ തുടച്ചു നീക്കും എന്നതുൾപ്പെടെയുള്ള അത്യന്തം പ്രകോപനപരമായിട്ടുള്ള ഒരു യുദ്ധ കുറ്റകൃത്യങ്ങളുടെ ആ പരിധിയിൽ വരുന്ന വിധത്തിലുള്ള സമീപനമായിരുന്നു ട്രംപിൽ നിന്നുണ്ടായത്. പക്ഷേ തിരക്കിട്ട ചില ചർച്ചകൾ മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാൻ, ഈജിപ്ത്, തുർക്കി എന്നിവ നടത്തി. ചൈനയും റഷ്യയും അതിന് പിന്തുണ ഏകി. അതൊക്കെയാണ് ഒടുവിൽ പാകിസ്ഥാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആ ഒരു വെടിനിർത്തൽ നിർദ്ദേശം. 2 ആഴ്ചക്കാലത്തേക്കാണ് ആ നിർദ്ദേശം ഉള്ളത് എന്നൊരു പരിമിതിയുണ്ട്. പക്ഷേ ആ 2 ആഴ്ചക്കേക്കുള്ള നിർദ്ദേശം ആദ്യം പ്രസിഡന്റ് ട്രംപ് അംഗീകരിക്കുന്നു. അതിനെ ഒരു ഉപാധിയായിട്ട് പറഞ്ഞത് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അത് യാത്ര, കപ്പലുകളുടെ സഞ്ചാരം സുഗമമാക്കണമെന്നായിരുന്നു. ഒടുവിൽ അല്പസമയത്തിന് പിന്നാലെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയുടെ പ്രതികരണം പുറത്തുവരുന്നു. അദ്ദേഹം പറയുന്നു, അമേരിക്കയും ഇസ്രായേലും യുദ്ധം നിർത്തിവെക്കുകയാണെങ്കിൽ സമാനമായിട്ടുള്ള രീതിയിൽ ചെറുത്തുനിൽപ്പ് നിർത്തിവെക്കാൻ തങ്ങളും തയ്യാറാണ് എന്ന് അബ്ബാസ് അറാക്ചി അറിയിക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ട് 2 ആഴ്ചക്കാലത്തേക്ക് തങ്ങളുടെ സേനയുടെ ഏകോപനത്തിൽ ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പലുകൾക്ക് കടന്നുപോകാൻ സൗകര്യമൊരുക്കുമെന്ന് കൂടി അബ്ബാസ് അറാക്ചി വ്യക്തമാക്കിയതോടുകൂടി ഇരുപക്ഷവും ഈ വെടിനിർത്തൽ എന്നത് 2 ആഴ്ചക്കാലത്തേക്ക് അംഗീകരിച്ചിരിക്കുന്നു. ഇനി എപ്പോൾ അത് പ്രാബല്യത്തിൽ വരും എന്നത് സംബന്ധിച്ച അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വ്യക്തമാക്കിയിരിക്കുന്നത് ഏറ്റവും എളുപ്പത്തിൽ അടിയന്തരമായി തന്നെ വെടിനിർത്തൽ നടപ്പിൽ വരുത്താനാണ് അമേരിക്കയും ഇറാനും തീരുമാനിച്ചതെന്നാണ്. പക്ഷേ താഴെത്തട്ടിലേക്ക്, പ്രത്യേകിച്ച് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ താഴെത്തട്ടിലേക്ക് ഈ സന്ദേശം എത്തിക്കണമെങ്കിൽ സമയമെടുക്കുമെന്ന് വൈറ്റ് ഹൗസ് പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ വൈകിട്ടോടുകൂടി മാത്രമായിരിക്കും പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരിക. കാരണം അല്പം മുമ്പ് ഇസ്രായേലിനും ഗൾഫ് രാജ്യങ്ങൾക്കും നേരെ ഇറാന്റെ ഭാഗത്തുനിന്നുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വൈറ്റ് ഹൗസിന്റെ ഭാഗത്തുനിന്ന് ഈ പ്രതികരണം വരുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു വസ്തുത, ഈ വെടിനിർത്തൽ എന്നത് ഇറാനും അമേരിക്കയ്ക്കും ഇടയിൽ മാത്രമല്ല, അത് ലെബനാനിലേക്കുള്ള ഇസ്രായേലിന്റെ കടന്നുകയറ്റവും ഇതോടുകൂടി നിർത്തിവെക്കണമെന്ന ഇറാൻ മുന്നോട്ട് വെച്ച ആവശ്യവും അമേരിക്ക അംഗീകരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ മേഖലയിൽ ഉടനീളം ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരും. പക്ഷേ ഈ 2 ആഴ്ചക്കുള്ളിൽ പിന്നെ എന്ത് സംഭവിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇസ്ലാമാബാദിൽ ഈ മാസം 10-ന്, അതായത് വെള്ളിയാഴ്ചയാണ് അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ച നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ ചർച്ചയിൽ ഏറെക്കുറെ തങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ, പല മേഖലയിലെയും തർക്കങ്ങൾ പരിഹരിച്ചതായിട്ട് ട്രംപ് തന്നെ ട്രൂത്ത് സോഷ്യൽ എന്ന തന്നെ സമൂഹ മാധ്യമത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ആ തർക്കങ്ങൾ പരിഹരിച്ചുവെങ്കിൽ പോലും അതിനൊരു അന്തിമ കരാറിന്റെ സ്വഭാവം ലഭിക്കാൻ വേണ്ടിയാണ് ഈ ഇസ്ലാമാബാദ് ചർച്ച എന്ന് ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. ഇറാനും സമാനമായിട്ടുള്ള പ്രതികരണമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. തങ്ങൾ മുന്നോട്ട് വെച്ച ഒരു 10 നിർദ്ദേശങ്ങളുണ്ട്. അതായത് ഈ സമ്പൂർണ്ണമായിട്ടുള്ള യുദ്ധവിരാമം ആവശ്യമാണ് ഒന്ന്. രണ്ടാമത്തേതായിട്ട് ഇനി ഭാവിയിൽ ആക്രമണം ഉണ്ടാകരുത്. അതോടൊപ്പം തന്നെ തങ്ങൾക്ക് നേരിട്ടിരിക്കുന്ന നാശനഷ്ടങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉചിതമായിട്ടുള്ള നഷ്ടപരിഹാരം ലഭ്യമാക്കേണ്ടതുണ്ട്. ഹോർമുസ് കടലിടുക്കിന് മേലുള്ള തങ്ങളുടെ പരമാധികാരം ലഭ്യമാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ
ഉപരോധം പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുകയും തങ്ങളുടെ കണ്ടുകെട്ടിയ സ്വത്തുവകകൾ പൂർണ്ണമായിട്ട് തിരിച്ചു നൽകുകയും വേണം എന്നതുൾപ്പെടെ ഈ 10 നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. അതിൽ എത്ര കണ്ട് അമേരിക്ക സ്വീകരിക്കും? അതോടൊപ്പം തന്നെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് മുന്നോട്ട് വെച്ചൊരു 15 നിർദ്ദേശങ്ങളുണ്ട്. അതിൽ ബാലിസ്റ്റിക് മിസൈൽ, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി നിജപ്പെടുത്തണം, അതോടൊപ്പം തന്നെ യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ തോത് കുറയ്ക്കണം എന്നതുൾപ്പെടെയുള്ള ഒട്ടേറെ ആവശ്യങ്ങളാണ് ഈ 15 നിർദ്ദേശങ്ങൾക്കുള്ളിലുള്ളത്. രണ്ട് കൂട്ടരും മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, പൊരുത്തക്കേടുകളുണ്ട്. അതുകൊണ്ട് ഇസ്ലാമാബാദ് ചർച്ച എത്ര കണ്ട് ഇതിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നൊരു ചോദ്യം ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. പക്ഷേ ഒരു 40 ദിവസത്തിലധികമായി തുടർന്ന് ഈ സംഘർഷത്തിന് 2 ആഴ്ചക്കാലം അറുതി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളിൽ കൂടി ഒരു വ്യക്തത വരും എന്നൊരു പ്രതീക്ഷയാണ് മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാനും തുർക്കിയും ഈജിപ്തും ഒരേപോലെ പങ്കുവെക്കുന്നത്. ഈ